ബലൂചിസ്ഥാൻ പിറക്കുമോ? തെക്കു പടിഞ്ഞാറ് ഏഷ്യയിലുള്ള ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഈ രാജ്യങ്ങളുടെ ഭാഗങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ഏരിയയാണ് ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞാൽ. ഇറാൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ജീവിക്കുന്ന ഇറാനിയൻ വംശജരാണ് ഈ ബലൂജികൾ എന്ന് പറഞ്ഞാൽ. ഇവരുടെ ഭാഷ ബലൂജിയാണ്. ഇവരെല്ലാം സുന്നി മുസ്ലിംസുമാണ്. ബലൂചിസ്ഥാൻ്റെ ചരിത്രം എന്നും വേദനാജനകവും അവഗണിക്കപ്പെട്ടതുമാണ്. പാകിസ്ഥാനും ഇന്ത്യയും ഓഗസ്റ്റ് 14-നും 15-നും സ്വാതന്ത്ര്യം നേടിയപ്പോൾ ബലൂജികൾക്ക് നെടുവീർപ്പിടാനും അതേ സ്വാതന്ത്ര്യം എന്നെങ്കിലും അനുഭവിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കാനും മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ പ്രദേശം ഒരു കാലത്ത് സ്വാതന്ത്ര്യമായിരുന്നു. എന്നാൽ വെറും 227 ദിവസത്തേക്ക് മാത്രം. ബ്രിട്ടീഷുകാരുടെ കൗശലത്തിൻ്റെയും പാകിസ്ഥാൻ്റെ സ്ഥാപകനായിട്ടുള്ള മുഹമ്മദ് അലി ജിന്നയുടെ വഞ്ചനയുടെയും ഫലമായിട്ടാണ് ഈ ഹ്രസ്വകാല സ്വാതന്ത്ര്യം. 1947 ഓഗസ്റ്റ് 5-നാണ് ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം കിട്ടിയത്. എന്നാൽ 1948 മാർച്ച് 26-ന് പാകിസ്ഥാൻ ആർമി ബലൂചിസ്ഥാനെ ഇൻവേഡ് ചെയ്യുകയാണ് ചെയ്തത്. അന്ന് ബലൂചിസ്ഥാൻ്റെ രാജാവായിരുന്ന ഖാൻ മിർ അഹമ്മദ് ഇന്ത്യയോടും അഫ്ഗാനിസ്ഥാനോടും സഹായം അഭ്യർത്ഥിച്ചെങ്കിലും സഹായം കൊടുക്കാൻ ഇന്ത്യ തയ്യാറായില്ല. പിന്നീട് 1948-ലും 58-ലും 62-ലും 70-ലും ഒക്കെ ബലൂചിസ്ഥാനിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തെങ്കിലും ഇതൊക്കെ അടിച്ചമർത്താൻ പാകിസ്ഥാന് കഴിഞ്ഞു. 2005-ൽ പാകിസ്ഥാനിലെ മുൻ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ നിന്നുള്ള മുൻ ഗവർണറുമായിട്ടുള്ള നവാബ് അക്ബർ ഖാൻ ബുക്തി പാകിസ്ഥാൻ രാജ്യത്തിനെതിരെ ആയുധമെടുത്തതോടെ ബലൂച്ച് പ്രസ്ഥാനം വീണ്ടും ശക്തി പ്രാപിച്ചു. അടുത്ത വർഷം ബുക്തി വധിക്കപ്പെട്ടു. ബുക്തിയുടെ കൊലപാതകത്തിന് പിന്നിൽ പാകിസ്ഥാൻ്റെ അന്നത്തെ സൈനിക നേതാവായിട്ടുള്ള ഭരണാധികാരിയായിട്ടുള്ള ജനറൽ പർവേസ് മുഷറഫാണ് സംശയിക്കുന്നു. ബുക്തിയുടെ മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ബലൂച്ച് നേതാവിൻ്റെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റോക്കറ്റ് ആക്രമണത്തിൽ മുഷറഫിനെ വധിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത്ഭുതകരമായിട്ട് മുഷറഫ് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഒരു കാലത്ത് അഭിമാനകരമായിട്ടുള്ള ഒരു പരമാധികാരി രാജ്യമായിരുന്നു ബലൂചിസ്ഥാൻ. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഏറ്റവും അവഗണിക്കപ്പെട്ടതും ദാരിദ്ര്യം നിറഞ്ഞതുമായ പ്രവിശ്യയാണ്. 44% ലാൻഡ് ഏരിയ വരുന്ന പാകിസ്ഥാന് 44% വരുന്ന ലാൻഡ് ഏരിയ ഉള്ളത് ബലൂചിസ്ഥാനാണ്. ഇവിടെ ധാതുക്കളും മറ്റ് റിസോഴ്സ് കൊണ്ട് സമ്പന്നമാണെങ്കിലും ഈ മേഖലയിലുള്ള സാധ്യതകളൊക്കെ ഒന്നും ഉപയോഗിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അവരുടെ സുഹൃത്ത് രാജ്യമായ ചൈനയെയാണ് ഇവിടെ ഖനനം നടത്തുന്നതിന് വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. ഗാദ്വാർ തുറമുഖത്തിൽ താമസിക്കുന്ന ഒത്തിരി ചൈനക്കാർക്കെതിരെ ബലൂചിസ്ഥാനികൾ നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാനുമായി ലയിച്ചിട്ട് 75 വർഷങ്ങൾക്ക് ശേഷവും ബലൂചിസ്ഥാൻ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2003 മുതൽ ഇന്നേ വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 35,000 പേരെ പാകിസ്ഥാൻ സൈന്യം തട്ടിക്കൊണ്ടുപോയതായിട്ട് കണക്കാക്കുന്നു. പാകിസ്ഥാൻ സുരക്ഷാ സേന, പ്രത്യേകിച്ച് ISI, അതേപോലെ ഫ്രോണ്ടിയർ കോപ്സ്, ഈ ഏജൻസികളൊക്കെയാണ് അവർ നടത്തുന്ന കിൽ ആൻഡ് ഡംപ് ക്യാമ്പയിനാണ് ഫലമായിട്ട് റോഡരികിൽ പൊള്ളലേറ്റ ഒത്തിരി ശവശരീരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ ചെയ്യുന്നത് ഈ യുവാക്കളെ അബ്ഡക്റ്റ് ചെയ്ത് കൊണ്ടുപോയി അവരുടെ ശരീരത്തിൽ നിന്നും ഇന്റേണൽ ഓർഗൻസ് എല്ലാം ചൂഴ്ന്നെടുത്ത്, കണ്ണുകളും മറ്റും ചൂഴ്ന്നെടുത്ത് അവരുടെ ശരീരം മുഴുവൻ പൊള്ളലേൽപ്പിച്ച് കൈയും നഖങ്ങളൊക്കെ അടിച്ചൊടിച്ച് കാലുമൊക്കെ അടിച്ചൊടിച്ച് ഒടുവിൽ തലയിൽ വെടിവെച്ച് ഡംപ് ചെയ്യുകയാണ് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും അഫ്ഗാനിസ്ഥാനിൽ സ്വന്തം ഭർത്താവിനെ, സഹോദരങ്ങൾ അല്ലെങ്കിൽ മക്കളെ നഷ്ടപ്പെട്ട 10,000-കണക്കിന് സ്ത്രീകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇവരൊക്കെ, ഈ മക്കളും ഭർത്താവും സഹോദരങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നോ എന്ന് അറിയാതെ മാനസികമായിട്ടുള്ള വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി സ്ത്രീകൾ ബലൂചിസ്ഥാനിലുണ്ട്. ഇപ്പോൾ ബലൂചിസ്ഥാനിലുള്ള ബലൂച്ച് യൂണിറ്റി കമ്മിറ്റി അല്ലെങ്കിൽ യക്ജേത്തി കമ്മിറ്റി, ബലൂച്ച് യക്ജേത്തി കമ്മിറ്റിയുടെ നേതാവായിട്ടുള്ള ഡോക്ടർ മെഹങ് ബലൂച്ച്, ഇവരൊരു ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള സ്ത്രീയാണ്. ഇവരുടെ ബ്രദറിനെയാണ് പാകിസ്ഥാൻ ആർമി തട്ടിക്കൊണ്ടുപോയത്. ഇങ്ങനെയുള്ള 10,000-കണക്കിന് സ്ത്രീകൾ ഇന്ന് ബലൂചിസ്ഥാനിലുണ്ട്. ഇനി ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ടില്ലെന്നാണ് ഇന്ത്യ പറയുന്നത്. ഇഫ് യു ഡു വൺ മോർ മുംബൈ യു വിൽ ലൂസ് ബലൂചിസ്ഥാൻ. നിങ്ങൾ ഒരു മുംബൈ ആക്രമണം കൂടി നടത്തിയാൽ നിങ്ങൾക്ക് ബലൂചിസ്ഥാൻ നഷ്ടപ്പെടുമെന്ന് പണ്ട് NSA അജിത് ഡോവൽ പറഞ്ഞതാണ്. ദിസ് ഈസ് ഓൺലി എ ട്രെയിലർ, പിക്ചർ അബി ബാക്കി ഹെ. ഇത് വെറും ട്രെയിലർ മാത്രമാണ്, സിനിമ ഇനിയും ബാക്കിയുണ്ട്. നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററായിട്ട് രാജ്നാഥ് സിംഗ് പറഞ്ഞതാണ്. പാകിസ്ഥാനോട് ഇനി POK ഹാൻഡ് ഓവർ ചെയ്യുന്നതും ടെററിസത്തെ പറ്റി മാത്രമേ സംസാരിക്കാനുള്ളൂ എന്നാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ
മെയ് 18 വരെ മാത്രം പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് ഇന്ത്യൻ ഡിഫൻസ് സ്പോക്സ് പേഴ്സൺ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെ ട്രംപ്, അതേപോലെ പ്രസിഡന്റ് ട്രംപ്, അതേപോലെ മറ്റു രാജ്യങ്ങളോടൊക്കെ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻസിൽ മറ്റാരും ഇടപെടേണ്ട എന്നാണ്. ഇനി ഷിയ മുസ്ലിംസ് ഉള്ള ഇറാൻ ഒരിക്കലും ബലൂചിസ്ഥാനെ സഹായിക്കില്ല. എന്നാൽ അഫ്ഗാനിസ്ഥാനിലെല്ലാം സുന്നി മുസ്ലിംസാണ്. അഫ്ഗാൻ ഫൈനാൻസ് മിനിസ്റ്റർ ഈയിടെ ഇന്ത്യയിൽ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്ക് ബലൂചിസ്ഥാൻ സഹായിക്കണമെങ്കിൽ അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ ഇറാൻ, ഈ 2 രാജ്യങ്ങൾ വഴി മാത്രമേ ചെയ്യാൻ പറ്റൂ. അതിൽ അഫ്ഗാനിസ്ഥാൻ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻ. ഓപ്പറേഷൻ സിന്ദൂറിന് ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്ത ഒരേ ഒരു രാജ്യം അഫ്ഗാനിസ്ഥാൻ മാത്രമാണ്. എ ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. അഫ്ഗാനിസ്ഥാനിൽ പുതിയ ഡാമുകൾ കൺസ്ട്രക്ട് ചെയ്യുക, അവർക്ക് ഫൈനാൻഷ്യൽ എയ്ഡ് കൊടുക്കുക, അവർക്ക് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെയാണ് ഫൈനാൻസ് മിനിസ്റ്ററായിട്ട് ഇന്ത്യ സംസാരിച്ചതെങ്കിലും അതുകൂടാതെ മറ്റു ചില കാര്യങ്ങൾ രഹസ്യമായി സംസാരിച്ച് കാണും. പണ്ട് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ ഉപേക്ഷിച്ചു പോയ ചില ആയുധങ്ങൾ ബലൂച്ചിലെ ലിബറേഷൻ ആർമിക്ക് കൊടുക്കുകയാണെങ്കിൽ ബലൂച്ചുകൾക്ക് പാകിസ്ഥാനെതിരെ പാകിസ്ഥാനെ ആക്രമിക്കാൻ പറ്റിയേക്കാം. ഇനി ചോദ്യം, ബലൂചിസ്ഥാൻ പിറക്കുമോ? പണ്ട് 1971 മുക്തി ബാഹിനിയുടെ നേതാവായിട്ടുള്ള മുജിബുർ റഹ്മാൻ്റെ നേതൃത്വത്തിൽ മുക്തി ബാഹിനി ബംഗ്ലാദേശികൾ ഉയർത്തെഴുന്നേറ്റതുകൊണ്ടാണ് ഇന്ത്യൻ ആർമിയുടെ സഹായത്താൽ ബംഗ്ലാദേശ് പിറന്നത്. ബലൂചിസ്ഥാനിൻ്റെ സ്വാതന്ത്ര്യം ഡിക്ലെയർ ചെയ്ത മീർ യാർ ബലൂച്ച്, BLL നേതാവായിട്ടുള്ള അല്ലാ നസർ ബലൂച്ച്, അതേപോലെ മെഹ്റംഗ് ബലൂച്ച്, ഇങ്ങനെയുള്ളവരുടെ നേതൃത്വത്തിൽ ബലൂചിസ്ഥാനികൾ ഉയർത്തെഴുന്നേൽക്കുകയാണെങ്കിൽ ഇന്ത്യൻ ആർമി സഹായമുണ്ടെങ്കിൽ ബലൂചിസ്ഥാൻ പിറക്കുക എന്നത് ഒരിക്കലും വിദൂരമായ കാര്യമല്ല. നമുക്ക് നോക്കിക്കാണാം, കാത്തിരുന്ന് കാണാം.